ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഡബിൾ കോട്ടഡ് ചിക്കൻ റോളാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിസ്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിസ്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് മിസ്സാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി ഒരു ബാറ്റർ കൊണ്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ ഞാനൊരു 5 ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു സിമ്പിൾ ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 2 പീസ് ചിക്കൻ ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ്, ഇതുകൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു സിമ്പിൾ ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിലോട്ടായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ 2 അറ്റവും ഇതുപോലെ സെന്ററിലേക്ക് ഒന്ന് മടക്കാം. എന്നിട്ട് നമ്മൾ ഈ മടക്കി എടുത്തിട്ടുള്ള ഇതിന്റെ എൻഡ് ഭാഗത്ത് നല്ല പോലെ ഒന്ന് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ ഈ ഒരു എൻഡ് ഭാഗത്ത് കൂടെ നന്നായിട്ടൊന്ന് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരരുത്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാൻ പാടില്ല, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോൾ ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 റോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ഡബിൾ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ള ഡബിൾ കോട്ടഡ് ചിക്കൻ റോൾ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എല്ലാവർക്കും എൻ്റെ ഡബിൾ കോട്ടഡ് ചിക്കൻ റോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.